അതൊക്കെ എന്ന് പറയാൻ വെളുപുള്ളി അടിച്ചോണ്ടോ അതിനെ കഴിഞ്ഞും വെളുവ് എനിക്കുണ്ടല്ലോ പിണറായിയെ കഴിഞ്ഞ്. ആ പിണറായിൻ്റെ ആർക്കാ വിശ്വാസം? ആർക്കെങ്കിലും വിശ്വാസം ഉണ്ടോ? ആൾ ഇന്ന് പറയണ നാളെ പറയോ? അവിടെ കണ്ണു മുമ്പാകെ തല്ലി കൊല്ലോണ്ടിട്ട് ആൾ കണ്ടില്ല എന്നാ പറയണേ. അങ്ങനെയുള്ള മനുഷ്യനെ വിശ്വസിക്കാൻ പറ്റുമോ? ഇപ്പൊ ഞാൻ പറയാം, സ്വപ്നയുടെ മടിയിലിരുന്ന മനുഷ്യനാ അവളെ അറിയായിരുന്നു. ഈ പിണറായിയുടെ SFI ഉണ്ടല്ലോ, അവരെ ആദ്യം ഇല്ലാതെ പട്ടാളം, കൂലിപ്പട്ടാളം. ഇവന് ഞങ്ങൾ രാജ്യം കടത്താതെ, അങ്ങനെ എൻ്റെ ആഗ്രഹം. ഇവനെ ഇവിടെ കടൽ കടത്തണം. പിച്ചച്ചട്ടയെടുത്ത് തെരുവിലേക്കിറങ്ങി പിണറായി വിജയന്റെ മുഖത്തടിച്ച, കേരളത്തെ ഇളക്കി മറിച്ച, ചോദ്യചിഹ്നങ്ങൾ ഉയർത്തിയ നമ്മുടെ പ്രിയപ്പെട്ട മറിക്കുട്ടിയമ്മയാണ് നമ്മളോടൊപ്പം ഉള്ളത്. അതോടൊപ്പം അവരോടൊപ്പം ഇവിടുത്തെ കോൺഗ്രസ് നേതാക്കന്മാർ 2 പേരുണ്ട്. അവർക്കൊരു മറിയക്കുട്ടിയമ്മയ്ക്ക് ഇവിടുത്തെ കോൺഗ്രസ് കമ്മിറ്റി ഒരു വീട് വെച്ചു കൊടുത്തിരിക്കുന്നു. ഉടൻ തന്നെ ഇപ്പൊ അതിന്റെ പാലുകാച്ചൽ കർമ്മം നടക്കാൻ പോവുകയാണ്. കെ സുധാകരൻ നാളെയാണ് വരുന്നത് അല്ലേ? നാളെയാണ് വരുന്നത്. ആ സന്തോഷത്തിലാണ് മറിയക്കുട്ടിയമ്മ നിൽക്കുന്നത്. ഇപ്പോൾ എന്താണ് പറയാനുള്ളത്? ഇതിൽ കൊള്ളു എന്നാ സന്തോഷം പറയാതിരിക്കണേ? ഒന്നുമില്ലാത്ത എനിക്ക് സ്ഥലത്തും വലിയ ഒരു വീട് കിട്ടിയത് ഒരു ഭയങ്കര അത്ഭുതമല്ലേ? ഇത് നിൽക്കുന്ന ആളല്ലേ എന്റെ വലിയ ആള്. പേര് ബാബു, പഞ്ചായത്ത് മെമ്പറാ. പഞ്ചായത്ത് പ്രസിഡന്റും കൂടിയാണ്, മെമ്പറാണ്, മേഖലാ പ്രസിഡന്റ്, ബ്ലോക്ക് പ്രസിഡന്റ് അല്ലേ? താങ്കൾ ഹാപ്പി കെ വർഗീസ്, മണ്ഡലം പ്രസിഡന്റ്. ഇവര് ചെയ്ത സഹായത്തെ കുറിച്ച് പറയുമ്പം ഈ പിണറായി വിജയൻ ഇത്രയും കാലം നമുക്ക് പെൻഷൻ തരാതെ ബുദ്ധിമുട്ടിച്ചു, അവസാനം തെരുവിലിറങ്ങേണ്ടി വന്നു. എന്നിട്ട് നമ്മളെ പറ്റി എന്തൊക്കെയാണ് പറഞ്ഞു പരത്തിയത്? അത് എന്നെ പറ്റി തന്നെയല്ലോ പറഞ്ഞ, കൊച്ചു പിള്ളേരെ വരെ കൊണ്ടുപോയി പീഡിപ്പിക്കുന്നില്ലേ, എന്നെ പറ്റിയാണോ? അതുപോലെ അയാൾക്ക് തോന്നിയവരൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയല്ല പിണറായി. അയാൾക്കെന്ന് പറഞ്ഞാൽ വെളുപുള്ളി അടിച്ചോണ്ടോ, അതിനെ കഴിഞ്ഞും വെളുവ് എനിക്കുണ്ടല്ലോ പിണറായിയെ കഴിഞ്ഞ്. ഈ കോടികൾ വരുമാനമുള്ള ഒരാളാണ് മറിയക്കുട്ടിയമ്മ എന്നാണോ ദേശാഭിമാനി? അത് ആ കഥനാവിലെ ഇട്ടേക്കുമല്ലോ, പിണറായിക്ക് വായ്പ കൊടുത്തേക്ക് കഥനാവില്. അയാൾക്ക് നിക്കക്കള്ളിയില്ല, അതുകൊണ്ട് പിണറായി ഒന്നും മരിച്ചോണ്ട് പോയി. ഈ വിദേശത്തൊരു മകൻ ഉണ്ടെന്ന് പറഞ്ഞിട്ടല്ലോ ദേശാഭിമാനി? ഉണ്ട്, അവിടുത്തെ പ്രസിഡന്റാ സദാം ഹുസൈൻ. അത് ചത്തുപോയി. മരിച്ച സദാം ഹുസൈനായിരുന്നു? അതായിരുന്നു. ആ ദേശാഭിമാനിനെ കണ്ടുപിടുത്ത അതായിരുന്നു. വേറെയും വലിയ വീടും വാടക കൊടുക്കാനുള്ള സ്ഥലവും ഒക്കെ ഉണ്ടെന്നുള്ള പറഞ്ഞിരുന്നത്. ഉണ്ട്, അത് ഇതുവരെ കണ്ടുപിടിക്കാത്തതിന്റെ അത് ഞാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടല്ലോ. അത് കണ്ടുപിടിച്ച് തരാമെന്നാ പറഞ്ഞേക്കണേ. അത് കണ്ടുപിടിക്കാതിരിക്കുക. അതായത് ഈ ഇലക്ഷനിൽ ദയനീയമായ പരാജയമാണ് പിണറായി വിജയൻ ഉണ്ടായിട്ടുള്ളത്. അതിനെ കുറിച്ചിട്ട് മറിയക്കുട്ടിയമ്മയ്ക്ക് എന്താണ് പറയാനുള്ളത്? അതെന്നാന്ന് ചോദിച്ചാൽ ഇവിടെ മനുഷ്യൻ പട്ടിണി കിടന്നും വലയുക. ഒരു മരുന്ന് ഗവൺമെന്റിൽ പോകണമെങ്കിൽ ഒരു 1000 രൂപയെങ്കിലും കയ്യിൽ പിടിക്കണം. ഗവൺമെന്റ് ആന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു മരുന്ന് അല്ല, ഇപ്പൊ ആർക്ക് വേണേലും പോയി നോക്കാമല്ലോ. ഞാൻ തന്നെ പോയി ഈ മരുന്ന് പറയുമ്പോൾ വീണ ജോർജ് ആണ്. വീണ ജോർജ് ആയിക്കോട്ടെ, അത് പിണറായിട്ട് ആളല്ലേ, അത് നമ്മൾ അത് കൂട്ടിയാളാ പറയണേ. അവൾക്ക് ആരോഗ്യം ഉണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അവൾക്ക് ആരോഗ്യം ഉണ്ടായിട്ട് ജനങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടോ? ഉപകാരമുണ്ടോ? മരുന്നില്ല അവിടെ, ഡോക്ടറില്ല. അതിപ്പോൾ ഈ കൊളയിൽ കൂടി പൊക്കുണ്ട്. ആർക്കെന്തെങ്കിലും വിശേഷമുണ്ടോ? ഒരു കുളിയില്ല, മരുന്നില്ല, ഡോക്ടറില്ല. പിന്നെ അത് പണിതിട്ട് ജനങ്ങൾക്ക് എന്നാ ഉപകാരം? എന്തെങ്കിലും ഉപകാരം? ഇപ്പൊ ഇന്നലെ ഒരു പെൻഷൻ കൂട്ടിയതായിട്ട് പറയുന്നുണ്ട്. 2 പ്രാവശ്യമായിട്ട് കൊടുക്കുന്ന പറഞ്ഞു. അത് മാത്രമല്ല, പെൻഷൻ കൂട്ടിയതായിട്ട്, എമൗണ്ട് കൂട്ടിയതായിട്ട് പറയാം. അപ്പം അതോടുകൂടി മറിയക്കുട്ടിയമ്മേന്റെ പരാതി തീരില്ലേ? തിരിയല്ല. ആ കുട്ടി കൈ കിട്ടാതെ വന്ന അയാളെ എനിക്ക് വിശ്വാസമല്ല. അയാളെ അതുപോലെ എന്തെല്ലാം പോച്ച ഇറക്കിയിട്ടുണ്ടെന്നറിയാവോ? ആ പിണറായിന് ആർക്കാ വിശ്വാസം? ആർക്കെങ്കിലും വിശ്വാസം ഉണ്ടോ? ആൾ ഇന്ന് പറയണ നാളെ പറയോ? അവിടെ കണ്ണു മുമ്പാകെ തല്ലി കൊല്ലോണ്ടിട്ട് ആൾ കണ്ടില്ല എന്നാ പറയണേ. അങ്ങനെയുള്ള മനുഷ്യനെ വിശ്വസിക്കാൻ പറ്റുമോ? അയാൾ ആരും വിശ്വസിക്കുന്ന പറഞ്ഞേ, ഞങ്ങളാരും വിശ്വസിച്ചിട്ടില്ല. അതിലും ഭേദം ഇത് തെണ്ടി നടക്കുന്നവരെ ഞങ്ങൾ ബഹുമാനിക്കേണ്ട. അയാളെ ബഹുമാനമൊന്നും കൊടുത്തിട്ടില്ല. കാരണം എന്നാന്ന് വെച്ചാൽ ഈ കുഞ്ഞുങ്ങളോട് പോലും ഒരു ദയവ് കാണിക്കാത്ത ഒരു മന്ത്രി ഈ ലോകത്തെ ഇന്ത്യ ഭരിച്ചിട്ടില്ല. ഇവനെ പോലെ ഒരു മനുഷ്യൻ നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല. അത് അവരെ ചാരി ഇവരെ ചാരി പോത്തിനെ ചാരി കിന്നരം വായിക്കൊന്നും വേണ്ട. ആ കിന്നരം വായിക്കുന്നത് ശരിയല്ല. അവർ ചർച്ചയ്ക്ക് വന്നാൽ മണൽ വാരിപ്പിക്കുക. നില തന്നെ പറഞ്ഞ വാളയാറ് പറഞ്ഞു, എൻ്റെ പെരിയാറ് പറഞ്ഞു. പിന്നെ ഒരു വക്കീൽ, അവൻ്റെ പേര് എന്നാ കുമാരനാ മറന്നുപോയല്ലോ, അയാൾ പറയാ അതൊക്കെ ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. കണ്ടുകൊണ്ടായിരിക്കണം. കണ്ടാലും കാണുന്നില്ലല്ലോ. കണ്ടാലും അതിന് പ്രതികാരം മനുഷ്യന് കിട്ടുന്നില്ല. ആ കൊച്ചങ്ങളുടെ കാരണന്മാർക്ക് ഒരു നല്ല വാക്ക് പറഞ്ഞിട്ടുണ്ട് ഇന്ന് വരെ. പിന്നെയും കാരണന്മാരെ പീഡിപ്പിക്കുക. അങ്ങനെ പീഡിപ്പിക്കുന്ന മന്ത്രി ഞങ്ങൾക്ക് വേണ്ടെന്നാ പറയട്ടെ. ജനങ്ങൾക്ക് വേണ്ട. അത് കോൺഗ്രസോ BJP യോ ഇവരാരും പറഞ്ഞു തന്നെയല്ല. പറഞ്ഞു തന്നെയാണോ?
പറയുമല്ലായിരുന്നു ഇപ്പം ഉണ്ടോ? ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റാഞ്ഞിട്ടാ പറയണേ. അതുകൊണ്ട് ലോകമെമ്പാടും ഞാൻ അറിയും, ജനങ്ങളെ ബോധിപ്പിക്കുക ഇപ്പം വേണ്ട. മറിയക്കുട്ടിയമ്മ ഇറങ്ങിയോടുകൂടി കേരളത്തിൽ വലിയ കോളിളക്കമുണ്ടായി. സാധാരണക്കാർ മുഴുവൻ, സാധാരണ CPM പ്രവർത്തകരടക്കം പിണറായി വിജയനെതിരെ തെറി പറയാൻ കാരണമായി. ഇതൊക്കെ ചെയ്യുന്നത് വലിയ ബുദ്ധിമുട്ടല്ലേ മറിയ? അല്ല, അവയാടെ മുമ്പില് പോലീസുകാരനല്ല ആ വണ്ടി ഒന്ന് ഇറങ്ങിയ ആ യൂത്ത് കോൺഗ്രസ് പിള്ളേരെ എന്തടി അടിക്കണം. എന്നിട്ട് അയാൾ പറയണം കണ്ടില്ല, ഇത്രയും കള്ളനെ ഞങ്ങൾ ബഹുമാനിക്കണോ? കള്ളനെ നുണയനെ അല്ല, അയാൾ കേസെടുത്തോട്ടെ എൻ്റെ പേര്. ഞാൻ കണ്ടതാ, കണ്ടാച്ചാ പറയണേ. അല്ലെങ്കിൽ അയാൾ കേസെടുക്കട്ടെന്നേ, ഞാൻ പൊക്കോളാം. അയാളും പറയണം തല്ലിയില്ലാന്ന് അല്ലേ? പൊതുവനെ എല്ലാം കണ്ടിട്ട് അത്ര. അതുപോലെ ഇപ്പം ഞാൻ പറയാം, സ്വപ്നയുടെ മടിയിലിരുന്ന മനുഷ്യനാ അവളെ അറിയായിരുന്നു. ശിവചന്ദ്രനെ അറിയാല. ജോലി കൊടുക്കാനൊക്കെ നോക്കിയതാ, ജനങ്ങളുടെ അടുത്ത് പറ്റാഞ്ഞിട്ടാണ് പിന്നെ അവൻ ഒരു കൈ ഒന്ന് അഴച്ചത്. അല്ലേ അല്ലേ അഴച്ചില്ലേ? ഒരു മാർഗ്ഗമില്ല. അല്ലെന്ന് മറ്റേ പേരും പിന്നെ മറന്നല്ലോ, ശിവശങ്കരൻ ഇന്ന് പെണ്ണായിട്ട് മടിയിരുന്നേൻ അല്ലേ? ഇരിക്കല്ലേ? അവൻ പല പണിയും നോക്കി നടക്കണില്ല. അപ്പം ഇവിടെയുള്ള ജനങ്ങളെ ഇതേപോലെ കയറി തിരിക്കണ്ട. ഈ കള്ളക്കടത്തും സ്വർണ്ണക്കള്ളക്കടത്തും ഡോളർ കടത്തും ഇതൊക്കെ നടത്തിയിട്ടും പിണറായി വിജയനൊന്നും പറ്റുന്നില്ലല്ലോ. പറ്റണില്ല എന്ന് പറഞ്ഞാൽ അതിന് അയാൾ തച്ചന് ശമ്പളം കൊടുത്ത് SFI നിർത്തിയേക്കില്ല, അയാൾ സ്വന്തം പട്ടാളം നിർത്തിയേക്കില്ലേ? ഓടിച്ചിട്ട് തെല്ലി കൊന്നിട്ട് അയാൾ പറഞ്ഞത് ചെയ്തിട്ടില്ല എന്നല്ല പറഞ്ഞേ അല്ലേ? ഞാൻ കണ്ടുകൊണ്ടിരുന്ന TV ആ ചിക്കു ഓട്ടും അത് ഓടിച്ചിട്ടത് ആകാശിയ എന്നാ അതാണ്. ഈ 3 വിജയം എന്നാ അവൻ്റെ പേര് പറഞ്ഞല്ലോ, ചിക്കു കൊലക്കേസിലുള്ള ജയരാജനോ ആനെ ഇപ്പിരാജൻ. ഇവർക്കിട്ട് തൊഴിലായിട്ട് ഈ 3 അവർക്ക് കള്ളക്കടത്തും ഈ പെണ്ണ് വെടിപ്പീരല്ലേ, മക്കളും പിടിപ്പീരല്ലേ അവരുടെ ജോലി. അപ്പോൾ അവർക്ക് വേണ്ടിയാണ് ഞങ്ങൾ മക്കളെ വളർക്കണേ. പറ, ഞങ്ങൾക്ക് പെൻഷൻ തന്നെയല്ല, ഞങ്ങളുടെ പിള്ളേർക്ക് ഇറങ്ങി നടക്കണം. പള്ളിക്കുട്ടി പാടും, വഴി പോയാൽ കുളിക്കാൻ പോയി വെച്ച് തിരിച്ചല്ലേ ഒരു വാഴത്തൂറി കൂടെ കയറിയിരിക്കും. ഇതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഇവൻ ഇറങ്ങി പോകണം. പെൻഷൻ തന്നെയല്ല, ഞങ്ങൾക്ക് ഒത്തിരി കാര്യങ്ങൾ നടക്കാനുണ്ട്. അതിൻ്റെ കൂടെ പെൻഷനും വേണം. സായിപ്പ് പറഞ്ഞാണ് നന്ദി എന്താ പറയാ, പണവും കൂടെ വേണം കുറച്ച്. വേണ്ടേ? പിണറായി മാത്രം കൊണ്ടുപോയി സൂഹിക്കാനുള്ള പാവപ്പെട്ടവർക്ക് അവന്റെ കൂടെയുള്ള സകല മന്ത്രിമാരും എല്ലാ നേതാക്കന്മാരും ഗുണ്ടകളും ചെറു നേതാക്കന്മാരും ഒക്കെ പിഴിഞ്ഞു തിന്നിട്ട് ജനങ്ങൾക്ക് പുഴുത്ത് അരി വരെ കിട്ടണില്ല. കോൺഗ്രസോ BJP ഒന്നും അല്ല അതിൻ്റെ ആൾ. പിണറായി കാര്യം പറയാം, അവനെന്തിനാ താല്പര്യറിയിട്ട്? അതിൻ്റെ ആവശ്യം എന്നാ? അതിന് പറ്റിയല്ല ഇറങ്ങിപ്പാനാ പറയണേ. ഇവിടെ ഭരിക്കാൻ പിള്ളേർ നല്ല വിദ്യാഭ്യാസമുള്ള പിള്ളേരുണ്ട്. അവർ രാജ്യം ഒട്ടാകെ 4 അരയക്കടയും പോയി ജോലി ചെയ്താൽ ജീവിക്കണം അല്ലേ? മറിയക്കുട്ടിയമ്മക്ക് പലരും വന്ന് സഹായിക്കാന്ന് പറഞ്ഞു. സുരേഷ് ഗോപി വന്നിട്ട് വന്നു, പെൻഷൻ തന്നു, 1600 രൂപ തന്നു. പക്ഷെ വീട് വെച്ച് തന്നത് കോൺഗ്രസ് ആണ്, ഇവിടുത്തെ കോൺഗ്രസ് ആണ്. അത് പണ്ടും അങ്ങനെ തന്നെയാണ്. ആ പണ്ട് ഞാൻ അന്നും അതെ ഇന്നും അതെ എൻ്റെ കാരണന്മാർ കാലത്ത് ഞങ്ങൾ കോൺഗ്രസ്സുകാരുടെ പുറകെ നടക്കുന്ന ഒരു പാർട്ടിയാണ്. അത് കാരണം ഇനി ഞങ്ങൾക്ക് പേടിക്കാൻ നടക്കാം. തുക ഇച്ചിട്ട് കുറഞ്ഞാൽ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ഇറങ്ങി നടക്കാം. ഞങ്ങൾക്ക് മറയില്ലാത്ത വീട്ടിൽ കിടക്കാം. ഇപ്പോഴെല്ലാം നല്ല വീടുണ്ടായി. അന്ന് ഈറ്റേടെ കൊണ്ട് മറിച്ച വീടാൻ നല്ല പിള്ളേർ, സുന്ദരി പിള്ളേർ കിടക്കാം, എവിടെയും കിടക്കാം. അതാണെങ്കിൽ ഞങ്ങൾക്ക് ഏറ്റവും ആവശ്യം, ഫുൾ ആവശ്യം അത് തന്നെയാണ്. അത് തന്നെ കോൺഗ്രസിൻ്റെ കാലത്ത് സുഖമായിട്ട് ഞങ്ങൾ ജീവിച്ചുകൊണ്ട് ആനക്കാട്ടിൽ എവിടെയും കുളിക്കാൻ പോയി, ഏത് കാട്ടിക്കടയും എവിടെയും ഞങ്ങളുടെ പുറകെ വാഴത്തുറി കയറി ഇരിക്കാറില്ല. അവരെ പോലെ ഈ ഗുണ്ടകളെ പോലെ. ഞങ്ങൾക്ക് ഈ ഗുണ്ടകളെ ഒതുക്കി കിടക്കണം. ഈ പിണറായിയുടെ SFI ഉണ്ടല്ലോ, അവരെ ആദ്യം ഇല്ലാതെ പട്ടാളം, കൂലിപ്പട്ടാളം. സാധാരണ പിണറായിക്കെതിരെ തിരിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ അവരെ കൊല്ലുന്ന പരിപാടിയൊക്കെയാണ്. അതെ അതെ. മറിയക്കുട്ടിയമ്മയ്ക്ക് അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ? എനിക്ക് പ്രശ്നമുണ്ട്. വന്നോട്ട് വെച്ച് കാണാവുന്നോർത്ത് ഞാൻ നടക്കണം. അതിക്കുള്ളൊന്നുമില്ല. ഇനിയുള്ള പിള്ളേരെങ്കിലും കണ്ടുപിടിക്കണം. അല്ല എൻ്റെ കാര്യം. എന്തായാലും കോൺഗ്രസ് ഇവിടുത്തെ അടിമാലിയിലെ കോൺഗ്രസ് വലിയൊരു വീട് വെച്ച് വന്നിരിക്കുന്നു. ഇനി മറിയക്കുട്ടിയമ്മ ഒരു നല്ല സുന്ദരമായ ഒരു വീട്ടിലാണ് കിടന്നുറങ്ങുക. എന്റെ ഇടയ്ക്ക് ഞാൻ പറയും കേട്ടോ, സുരേഷ് ഗോപി വിളിച്ചാലൊന്ന് പോകും കേട്ടോ. പാർട്ടി ഒന്നും മറന്നല്ല. അത് കോൺഗ്രസ് BJP അല്ലേ. സുരേഷ് ഗോപിയുടെ വലിയ താല്പര്യമാണ്, ഭയങ്കര ഇഷ്ടം. റൗണ്ടറിയ ഇഷ്ടം, ഭയങ്കര ഇഷ്ടം. അവരെന്നാ ആരും ആ റൗണ്ടറോ പറയാ സുരേഷ് ഗോപി അല്ലേ പറഞ്ഞത്? ആ കരിങ്കൊടി പിടിച്ചേ എന്തിനാ പിടിച്ചേ? അതെന്നേരം എന്നെ ചെയ്തട്ടാ ഒക്കെ പറയണം. പറയാതിരിക്കാൻ ഞാൻ രംഗത്ത് ഇറങ്ങിട്ട് വോട്ടെടുക്കട്ടെ. പറയണ്ടേ ആ കൊടി പിടിച്ച എന്തിനാന്ന്? ഈ പിണറായി നല്ലതായിട്ട് വേണ്ടേ മറ്റോ കൊടി പിടിക്കാൻ? വേണ്ടേ? അയാള് മാതൃകയായിട്ട് ജീവിച്ചു കാണിച്ചു തന്നെ ജനങ്ങളെ. അതായത് നമ്മള് ഈ വീട് വെച്ച് തന്ന നേതൃത്വം കൊടുത്ത ഈ 2 നേതാക്കന്മാരെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? അവര് ഇവിടെ യാതൊരു കുഴപ്പമില്ല. ഈ നിൽക്കുന്ന ആള് ഇവിടെ എല്ലാവർക്കും നല്ല ഒരാളാണ്. ബാബു പള്ളത്തൂടി ബാബു മെമ്പർ. ഞാൻ അങ്ങനെ പറയും, ഇവിടുത്തെ മെമ്പറാണ്, ഞങ്ങളുടെ മെമ്പറാ.
ഈ അടിമാലി പഞ്ചായത്ത് ഞങ്ങളുടെ അല്ലേ, ഞങ്ങളുടെ മെമ്പറല്ലേ, ഇവിടെ എല്ലാ വാർഡിലും നിൽപ്പുണ്ട്. അതേപോലെ ഹാപ്പി ഹാപ്പി കുര്യാസ്. അത് കൃത്യം എനിക്ക് അറിയാൻ പാടില്ല, വേണ്ട പറയാതെ. ഹാപ്പിയാണ് ആള്. അത് എനിക്കറിയാം, ബാക്കി അറിയാൻ പാടില്ല. ബാക്കി അറിയാൻ പാടില്ല. അത് ഞങ്ങളുടെ ഞാൻ ചട്ടി പിടിച്ചിട്ട് കയറി ചെന്ന് കോൺഗ്രസ് ഓഫീസിൽ ഇത് നിൽക്കണ ആക്കടെ മുമ്പിലാണ്. ആ 2010 തന്നെ എനിക്ക് നാളെ അല്ലെ ചോദിച്ചു നോക്കുന്നോണേ എന്നും പറയാ പറഞ്ഞു ചോദിച്ചു നോക്കുന്നോണെയാണ്. പിന്നെ ഇവിടെ നടന്നു അതും യൂത്ത് കോൺഗ്രസ് പിള്ളേരാ. അതായത് മറിയക്കെട്ടിയമ്മ തുടങ്ങി വെച്ച ഒരു തീക്കൊളുത്തി വിട്ട സംഭവം കേരളത്തിൽ ആകെ പടർന്നു പിടിച്ച് അത് പിണറായി വിജയനെയും കൊണ്ടുപോയി എന്നുള്ളതാണ് ഈ ഇലക്ഷനിൽ കണ്ടത്. എന്താണ് അതിനെ കുറിച്ച് പറയാനുള്ളത്? ഇങ്ങനെയൊക്കെ ഒന്നും ആയിട്ടില്ല. ഇവന് ഞങ്ങൾ രാജ്യം കടത്താതെ അങ്ങനെ എൻ്റെ ആഗ്രഹം. ഇവനെ ഇവിടെ കടൽ കടത്തണം. അവനെവിടെ അത് തന്നെയല്ല കുടിശ്ശിക വെച്ചേക്കണം. കഥനാവിന്റെ കാശൂടെ വേണം. അവനെവിടെ എല്ലാം മേടിച്ചു കൂട്ടിയിട്ടുണ്ട്. അതെല്ലാം വിറ്റ് നികത്തണം. ആര് ജയിച്ചു വന്നോ അവര് ഇതെല്ലാം വിറ്റ് നികത്തണം. അല്ല അവര് കയ്യിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റിയല്ല. ഇവര് എവിടെയെല്ലാം ഉണ്ടാക്കി അതെല്ലാം വിൽക്കണം. കാശുണ്ട് അത് നികത്താൻ ഈ ഖജനാവിലെ കാശാത് അതിന് വേണം. ആര് ചോദിച്ചാൽ അത് പിടിച്ചെടുക്കണം. അത് പിടിച്ച് ആര് ചോദിച്ചോട്ടെ, ഇനിയിപ്പോ അച്ഛനയച്ച് ചോദിച്ചോട്ടെ, അവർ പിടിച്ചെടുക്കണം. അത് മുഖ്യമായ കാര്യം. എന്തായാലും നമുക്ക് വീട് നിർമ്മിച്ചതിനെ കുറിച്ചിട്ട് നമുക്ക് ഈ ഇവിടുത്തെ മെമ്പറും അതേപോലെ കോൺഗ്രസിന്റെ സമുന്നത ബ്ലോക്ക് പ്രസിഡന്റുമായ ബാബു പി കുര്യാക്കോസ് താങ്കളുടെ തന്നെ ചോദിക്കാം. എങ്ങനെയുള്ള സാഹചര്യത്തിലാണ് മറിയക്കുട്ടിയമ്മയ്ക്ക് ഇങ്ങനെ ഒരു വീട് വെച്ചു കൊടുക്കാൻ തീരുമാനമെടുത്തത്? 6 മാസം വാർദ്ധക്യ പെൻഷൻ കിട്ടിയില്ല എന്ന് പറഞ്ഞ് ഈ ചേച്ചി അടിമാലിയിൽ ചട്ടിയെടുത്ത് ഭിക്ഷയാചിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഞങ്ങൾ ഇവരെ കാണുന്നത്. അപ്പോൾ മാധ്യമങ്ങളെല്ലാം പിറ്റേ ദിവസം വളരെ പ്രാധാന്യത്തോടുകൂടി പത്രങ്ങളിട്ടു. അപ്പോൾ അന്ന് മണ്ഡലം പ്രസിഡൻ്റായ ഹാപ്പി കവറീസും അതുപോലെ അനിൽ കനകനുണ്ട്, യൂത്ത് കോൺഗ്രസിൻ്റെ നിയോജകമണ്ഡലം പ്രസിഡന്റ്. ഇവർ രണ്ടുപേരോടും കൂടി ഇവർക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുത്തു. അന്ന് CPM പറഞ്ഞു, നിങ്ങൾ ആ ഡൽഹി പോയി സമരം ചെയ്യാൻ പാടില്ലായിരുന്നോ എന്നാണ് CPM ചോദിച്ചത്. പെൻഷൻ കൊടുക്കേണ്ടത് CPM ആണ്, പക്ഷെ ഡൽഹി പോയി സമരം ചെയ്യുക. അപ്പോൾ ഇവർക്ക് ഭിക്ഷാടനത്തിന് പോലും പറ്റാത്ത പെട്രോളിന്റെ പൈസ എടുത്തിട്ടാണ് 2 രൂപ കൂട്ടിയിട്ടാണ്. അതെ, 2 രൂപ സെസ് ഏർപ്പെടുത്തിയ കാശ് എന്ന് പറയുന്നത് പെൻഷന് വേണ്ടിയിട്ടാണ്. അന്ന് പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ളവർ നിയമസഭയിൽ പറഞ്ഞപ്പോൾ ആ പാവങ്ങൾക്ക് 2% ആ സെക്സ് ഏർപ്പെടുത്തിയിരിക്കുന്നത് പെൻഷൻ കൊടുക്കാനാണ്. നിങ്ങൾ ഒച്ചപ്പാടുണ്ടാക്കുന്നത് പറഞ്ഞാൽ എല്ലാവരും ഒച്ചപ്പാടൊക്കെ നിർത്തി. അന്ന് വിലക്കയറ്റവുമായി ബന്ധപ്പെട്ട് ചർച്ച നടത്തി പെൻഷൻ കൊടുക്കാനാണെന്ന് പറഞ്ഞത്. അപ്പോൾ അങ്ങനെയാണ് ഈ ചേച്ചി ഭിക്ഷാടനം നടത്തിയത്. ഏതായാലും ഇതെല്ലാം കണ്ടിട്ട് ബഹുമാന KPCയുടെ പ്രസിഡന്റ് K. സുധാകരൻ അവരുകൾ ഒരു 5 ലക്ഷം രൂപ ആദ്യം തന്നെ അനുവദിക്കുന്നു എന്ന് പറഞ്ഞ് എന്നെ വിളിച്ചു പറഞ്ഞു. പാർട്ടി അനുവദിച്ചു, അതെ, KPC അനുവദിച്ചു. അത് പുറത്തു വരാത്ത വലിയ കാര്യമാണ്. അതെ, അനുവദിച്ചു എന്ന് പറഞ്ഞു. അത് പറഞ്ഞതിന് ശേഷം KPCയുടെ വൈസ് പ്രസിഡന്റായ സജീന്ദ്രനുണ്ട്, മുൻ MLA. അതെ, കുന്നത്താട്. അദ്ദേഹമാണ് എന്നെ വീണ്ടും വിളിച്ച് എത്രയും പെട്ടെന്ന് ബാബു കുര്യാക്കോസ് നമുക്ക് ഈ പരിപാടി തുടങ്ങണം എന്ന് പറഞ്ഞ് എനിക്ക് കാശ് വിട്ടു തന്നു. അപ്പോൾ എത്രയും പെട്ടെന്ന് നമുക്ക് പരിപാടി 3 മാസം എന്ന് എന്നോട് പറഞ്ഞ്. പക്ഷേ തെരഞ്ഞെടുപ്പ് വന്നുകൊണ്ട് എനിക്ക് അതിൻ്റെ പുറകെ നിൽക്കാതിരിക്കാൻ പറ്റില്ലല്ലോ, അതാണ് താമസിച്ചു പോയത്. അപ്പം ആദ്യം തെരഞ്ഞെടുപ്പിന് മുമ്പ് ഞങ്ങൾ വാർത്തിട്ടു, മൊത്തം വാർത്തിട്ടു. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് 1 മാസം കഴിഞ്ഞോ, അത് സമയം ഉണ്ടായിരുന്നല്ലോ, ഇലക്ഷൻ്റെ റിസൾട്ട് അറിയാൻ 1 മാസം. അത് കഴിഞ്ഞൊരു 15 ദിവസം കഴിയുമ്പോഴത്തേക്കും വീണ്ടും പരിപാടി തുടങ്ങി. ഈ വീടിന് എന്താണ് പേരിടുന്നത്? ഇതിന് ഇന്ദിരാ ഭവനം എന്നാണ് അമ്മച്ചി. ഇന്ദിരാഗാന്ധി ഭാരതമാതാവാണെന്നാണ് സുരേഷ് ഗോപി പറഞ്ഞിരിക്കുന്നത്. K. കരുണാകരൻ കേരള പിതാവ് എന്നും കൂടി പറഞ്ഞിട്ടുണ്ട്. അതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? നെഹ്റു കുടുംബം ഞങ്ങളുടെ കുടുംബം. അപ്പൊ സുരേഷ് ഗോപി അതിനെ പറഞ്ഞു. നാളെ സുരേഷ് ഗോപി കോൺഗ്രസിൽ വരുന്നാണ് ആ പറഞ്ഞതിന് അർത്ഥം. അവിടെ നിന്ന് പിടിച്ച് പുറത്താക്കുന്നാണ് പറഞ്ഞത്. പുറത്താക്കിയ വരുന്നത് ഞങ്ങൾക്ക് വളരെ സന്തോഷമല്ല. ഇനി ഒരു 3-5 പേരും ഇങ്ങോട്ട് വരുവാനിരിക്കുക. കാരണം കള്ളക്കേസിൽ കുടിക്കുക. കാരണം 5 പേര് ഇപ്പൊ ഇതിൽ കോൺഗ്രസിലേക്ക് വരുക, CPMകാര്. അവരുടെ പേര് ഇപ്പൊ പുറത്തു വിടും ഇച്ചിരോടെ കഴിഞ്ഞു. അപ്പോൾ സജീന്ദ്രൻ ആത്മാർത്ഥമായിട്ട് ഫണ്ട് പിരിവിൻ്റെ കാര്യത്തിൽ വെച്ചാൽ 5 ലക്ഷമല്ലേ ഉള്ളൂ, 12 ലക്ഷം ആയല്ലോ. പിരിക്കുന്നതിന് വേണ്ടി ആത്മാർത്ഥമായിട്ട് എന്നോടുകൂടി ഭയങ്കരമായിട്ട് സഹകരിച്ച പല സ്ഥലങ്ങളിലും വിളിച്ചു പറയുകയൊക്കെ ചെയ്ത് സഹായിച്ചിട്ടുണ്ട്. ആത്മാർത്ഥമായിട്ടുള്ളൊരു പ്രവർത്തനമാണ് സജീന്ദ്രന്റെ ഭാഗത്ത് KPC വൈസ് പ്രസിഡന്റ്. അതെ, കുന്നനാട് പത്രപ്രവർത്തനം കൂടിയാണ്. അതെ, വളരെ വളരെ ഞാൻ എന്ത് കാര്യം വിളിച്ചു പറഞ്ഞാലും അപ്പൊ തന്നെ ഇന്ന സ്ഥലത്ത് വിളിക്കണം, അപ്പൊ തന്നെ വിളിക്കും. നാളെയാണ് ഇതിന്റെ താക്കോൽ ദാനം. KPC പ്രസിഡന്റ് നമ്മൾ KPCC പ്രസിഡന്റ് 4 മണിക്ക് ഇവിടെ ഈ മറിക്കുട്ടി ചേച്ചിക്ക് താക്കോല് കൊടുക്കുന്നു.
ഇതാണ് നാളത്തെ അത് നാളെ കേരളം മുഴുവൻ ഉറ്റുനോക്കുന്ന പ്രധാനപ്പെട്ട ഒരു സംഭവത്തിനാണ് അടിമാലി ദൃശ്യമാകും ഇവിടെ ഇതാവുമ്പോൾ. എന്തായാലും വളരെ സന്തോഷം. ഈ കാര്യത്തില് മറിയക്കുട്ടി ചേച്ചി ആദ്യമായിട്ട് പെട്ടിച്ചട്ടിയായി വന്നപ്പം ഹാപ്പി വർഗീസ് കണ്ടുവെന്നും ചെയ്തു തന്നു. എന്താണ് അന്ന് തോന്നിയത് ഈ 2 വയസ്സായ സ്ത്രീകൾ തെരുവിലിറങ്ങി ഇങ്ങനെ പിച്ച തണ്ടെന്ന് വന്ന ഒരു അവസ്ഥ കണ്ടപ്പോൾ? അത് ഒരു വലിയ സമൂഹത്തിൻ്റെ പ്രതിനിധികളായിട്ടാണ് ഇവർ 2 പേര് ഒരു പ്രതീകാത്മക സമരമായിട്ട് വന്നത്. അപ്പോൾ വഴിക്ക് വെച്ച് ഇവരോട് പല ആൾക്കാരും മോശമായിട്ട് പ്രതികരിക്കുന്നതൊക്കെ കണ്ടപ്പം ഇവരോട് അനുഭാവപൂർവ്വം ഇവരെ ചേർത്ത് പിടിച്ച് ഇവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കാൻ വളരെ അഭിമാനത്തോടു കൂടിയാണ് ആ കാര്യങ്ങളൊക്കെ അന്ന് ചെയ്തത്. അത് അന്ന് തുടങ്ങി വെച്ചപ്പം ഇത് ഇത്രമാത്രം വലിയ കോളിളക്കം ഉണ്ടാകുന്നൊരു വലിയ സംഭവമായിരിക്കുമെന്ന് അമ്മച്ചിയും ഓർത്തിട്ടുണ്ടാവില്ല, ഞാനും. അത് അത്രയ്ക്കും ഒരു പ്രതിഷേധാത്മകമായ ഒരു പ്രതീകാത്മക പ്രതിഷേധമായിരിക്കും അന്ന് അവിടെ ഉണ്ടാവുക. എന്നാലും അത് ഈ കേരളത്തിലുണ്ടാക്കിയ ഒരു പ്രകമ്പനം ചെറുതല്ല. വലിയ രീതിയിൽ ഭരണപക്ഷത്തിനെതിരെയുള്ള ഒരു കനത്ത പ്രഹരമായിട്ട് ആ അടിമാലിയിൽ ഉദയം ചെയ്ത ചെറിയ സമരം മാറി എന്നുള്ളതാണ് പിന്നീട് കേരളം സാക്ഷ്യം വഹിച്ചത്. ഒരു മറിയക്കുട്ടിയമ്മ വിചാരിച്ചാൽ കേരളത്തെ ഇളക്കി മറിക്കാമെന്ന് തെളിയിച്ചില്ല. തീർച്ചയായിട്ടും. അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? നമ്മൾ പല കാര്യങ്ങളിലും ഭരണപക്ഷത്തിന് ധാർഷ്ട്യവും അഹങ്കാരമൊക്കെ ഉള്ളതുകൊണ്ട് അവരോട് എതിർത്ത് നിന്നാൽ ഏതെങ്കിലും തരത്തിലുള്ള ഗുണ്ടായിസം പോലുള്ള മറ്റു കാര്യങ്ങൾ കൊണ്ട് അവർ തിരിച്ചടികൾ നേരിടേണ്ടി വരുമെന്ന് മുൻകാലങ്ങളിൽ അത് ചരിത്രത്തിൽ പരിശോധിക്കുമ്പോൾ പ്രതികരിക്കുന്നവരെ ഇല്ലായ്മ ചെയ്യുന്ന ഒരു സമീപനമാണ് ഈ CPM-ഉം ഇടതുപക്ഷവും. ഈ ദേശാഭിമാനി അവർക്ക് വലിയ സമ്പാദ്യമുണ്ടെന്നും വിദേശത്ത് മകനുണ്ടെന്നും ഇവിടെ വീട് വാടകയ്ക്ക് കൊടുത്തണം കോടികളുടെ ആസ്തികളാണെന്നൊക്കെ പറഞ്ഞല്ലോ. അതൊക്കെ ഒന്ന് എടുത്തിട്ട് ഇവർക്ക് ഒരു വീട് വെച്ചു കൊടുത്താൽ പറയായിരുന്നു. അത് തീർച്ചയായിട്ടും അമ്മ ആദ്യം തന്നെ ഈ പ്രശ്നമായിട്ട് ബന്ധപ്പെട്ട് പരാതി കൊടുത്ത് തന്നെ എനിക്ക് ഇന്ന സ്ഥലങ്ങളിൽ ഇത്ര കോടിയുടെ ആസ്തിയുണ്ട്, ഇത്ര ഏക്കർ സ്ഥലമുണ്ട്, എനിക്ക് ഇത്ര മക്കളുണ്ട്, എൻ്റെ ഒരു മകൾ വിദേശത്തുണ്ട് എന്നൊക്കെയാണ് ദേശമാനി പറയുന്നത്. അത് എവിടെയാണ് എന്ന് എനിക്ക് കാണിച്ചു തരണമെന്നാണ് ആവശ്യപ്പെട്ടാണ് കോടതിയിൽ കേസ് കൊടുത്തിട്ടുള്ളത്. ഡിഫമേഷൻ കേസ് ആദ്യം തന്നെ അമ്മ ചേച്ചി ചെയ്തത് അടിമാലി വില്ലേജ് ഓഫീസിൽ ചെന്നോ വില്ലേജ് ഓഫീസറോട് പറഞ്ഞു എൻ്റെ ആ സ്ഥലം എനിക്കൊന്ന് തിരിച്ചു തരണം എന്ന് പറഞ്ഞു. CPM-കാർ പറഞ്ഞു ആ സ്ഥലം എനിക്കൊന്ന് തിരിച്ചു തരണം, ഇന്ന് തന്നെ എനിക്ക് തരണം, ഇല്ലെങ്കിൽ ഇല്ല എന്നുള്ള കത്ത് തന്നെ. വില്ലേജ് ഓഫീസർ അപ്പൊ തന്നെ ഒരു സ്ഥലവും ഇല്ല. കേരളത്തിലെ പിണറായി വിജയനും മാർക്സിസ്റ്റ് പാർട്ടിക്കും ഏറ്റ ഇത്രയും വലിയൊരു തിരിച്ചടി ചരിത്രത്തിലാണ്. ഞാനൊക്കെ പിണറായിട്ട് ലാവ്ലിംഗ് കേസിൽ ഒറ്റയ്ക്ക് ഫൈറ്റ് ചെയ്ത് എന്നെ കൊല്ലാൻ ശ്രമിച്ചപ്പോ കൊല്ലടാതെ നടന്നതാണ്. പക്ഷെ മറിയക്കുട്ടിയമ്മേന് മുന്നിൽ നമ്മൾ തൊഴുത് കയ്യോ നിൽക്കുകയാണ്. എന്തായാലും വളരെ സന്തോഷം. നാളെ ഇവിടെ സുധാകരൻ വന്ന് നമ്മുടെ KPCC പ്രസിഡന്റ് വന്ന് താക്കോൽ ദാനധർമ്മം നൽകുകയാണ്. എന്തായാലും അവർക്ക് എല്ലാവിധ ദീർഘായുസ്സും ഉണ്ടാവട്ടെ, സുഖമായി ജീവിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുന്നു. അതെ കേട്ടോ, ഇഷ്ടം പോലെ നല്ലോണം സിമെന്റ് ഇട്ടോ അല്ല അടിപൊളിയായിട്ട് അവിടെ വീടിനെ പറ്റി പറയുമ്പോൾ പണിക്കാരും നല്ല പണിക്കാരും അടിപൊളി പണിക്കാരും. ഇത് വീടുണ്ടാക്കാൻ തുടങ്ങിയതോടെ എന്തൊക്കെ പ്രശ്നങ്ങളാണ് നമ്മൾ നേരിട്ടിട്ടുള്ളത്? മറിയക്കുട്ടിയമ്മയ്ക്ക് എന്തൊക്കെ പ്രശ്നങ്ങളാണ് നേരിട്ടുള്ളത്? മറിയക്കുട്ടിയമ്മയ്ക്ക് വീടുണ്ടാക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് മാത്രമല്ല, മറിയക്കുട്ടിയമ്മ ആദ്യം ഈ മറിയക്കുട്ടിയമ്മയുടെ ഈ പെൻഷൻ സമരം ചെയ്ത മറിയക്കുട്ടിയമ്മയുടെ സാമ്പത്തിക സ്രോതസ് അന്വേഷിച്ചാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വില്ലേജ് ഓഫീസിൽ നിന്ന് റിപ്പോർട്ട് ചോദിച്ചുകൊണ്ട് ഹൈക്കോടതിയുടെ ഡയറക്ഷൻ വന്നിട്ടുണ്ട്. അപ്പം വില്ലേജ് ഓഫീസിൽ ഇപ്പം 1.5 ഏക്കർ സ്ഥലം ഉണ്ടായിരുന്നെന്നും കോടികളുടെ ആസ്തി ഉണ്ടെന്നൊക്കെ പറഞ്ഞതുകൊണ്ടാണ് എവിടെയാണ് ഇതൊക്കെ എന്നുള്ള രീതിയിൽ ചോദിച്ചത്. അപ്പം മക്കളുടെ വരുമാന സ്രോതസ്, അതായത് മറിയക്കുട്ടിയമ്മയുടെ വരുമാന സ്രോതസ് എന്താണെന്ന് റിപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞിട്ട് വില്ലേജ് ഓഫീസർ പറഞ്ഞിട്ടുണ്ട്. അപ്പം അതനുസരിച്ചുള്ള എൻക്വയറി കാര്യങ്ങൾ പറഞ്ഞു. മറിയക്കുട്ടിയമ്മയ്ക്ക് 4 മക്കളുള്ളവർ, ഒരാൾ ഡൽഹിയിൽ സുവിശേഷ വേലയായിട്ട് പോയിരിക്കുന്നു, ഒരാൾ പനമരം എന്ന് പറയുന്ന വയനാട് ജില്ലയിൽ കല്യാണം കഴിച്ച് വെച്ചിരിക്കുന്നു, വേറൊരു സുഖമില്ലാത്തൊരു ചേച്ചിയുള്ളത് 1000 ഏക്കറിലാണ് സുഖമില്ലാതിരിക്കുകയാണ്. പിന്നെയുള്ള ആ കൂടി ഉള്ള ഇവിടെ സമീപത്തായിട്ട് ശരിക്കും ഉള്ളത് ഇളയ മകളാണ് പ്രിൻസിയുടെ ഭർത്താവ് ഷാനു. ബസ് സ്റ്റാൻഡിലെ ലോട്ടറി കച്ചവടമാണ്. ഇതാണ് ഇവരുടെ സാമ്പത്തികമായ സംഭവം. ഈ കാണുന്ന ഈ ഒരു സ്ഥല സംവിധാനമാണ് ഇവർക്ക് ആ കൂടെ ഉണ്ടായിരുന്നത്. പൊളിഞ്ഞു വീഴാറായ വീടായിരുന്നു. ആ വീട് മാറ്റിയാണ് ഇപ്പം നമ്മളിപ്പോൾ ഈ പുതിയ വീട് വന്നത്. അന്ന് കണ്ട ആ വീട് അതാണ്. അന്ന് ഈ വാർത്തകളൊക്കെ വന്നപ്പം ഈ വീട് ചാനലുകളൊക്കെ വന്നു കഴിയുമ്പം ശരിക്കും പൊളിഞ്ഞിരിക്കുമായിരുന്നു കാലപ്പഴക്കം കൊണ്ട്. അപ്പം അതൊക്കെ വെള്ളമൊക്കെ ചോർന്നൊലിക്കുമായിരുന്നു. അത് കണ്ടതാണ്
ഇത്തരത്തിലൊരു വീട് നിർമ്മിച്ച് നൽകുവാൻ KPCC തീരുമാനമെടുത്ത് അതിൻ്റെ ഉത്തരവാദിത്തം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റിനെ ഏൽപ്പിച്ചു. വളരെ ഭംഗിയായിട്ട് ഇന്ന് ഇതിന്റെ പൂർത്തീകരിക്കുന്നു. നാളെ ഇതിന്റെ ഔദ്യോഗികമായിട്ട് പുറത്തു വരികയാണ്, ലോകത്തിന് മുമ്പിൽ സമർപ്പിക്കുകയാണ്. ചരിത്ര സ്മാരകമായിട്ട് മാറട്ടെ എന്നും കൂടി പ്രാർത്ഥിക്കാം. നമ്മൾ ഇത് നമുക്കൊരു പ്രതിസന്ധി ഉണ്ടായെന്ന് വെച്ചാൽ ഇത്തരം കാര്യങ്ങളായിട്ട് പോയി ഇപ്പം വളരെ CPM-ന്റെ ഭാഗത്തുനിന്നും ഇടതുപക്ഷ സൈബർ കേന്ദ്രങ്ങളിൽ നിന്നും വല്ലാത്ത രീതിയിലുള്ളൊരു നമ്മളെയൊക്കെ കോർണർ ചെയ്തുകൊണ്ട് ആക്ഷേപിച്ച് പരിഹസിക്കുന്ന രീതിയിലേക്ക്. കാരണം അതാരാണ് തടഞ്ഞത്? ആണോ? എവിടെ? ദേശാഭിമാനി ക്ഷമ പറഞ്ഞ ആദ്യത്തെ സംഭവമായിരിക്കും. ഞാൻ ലാവലിംഗ് കേസ് കൊണ്ടുവന്നപ്പോ എന്നെ പറ്റിയിട്ട് ഒരു മാസം ഓരോ ദിവസം എനിക്കെന്നെ അറിയില്ല, എനിക്കറിയാത്ത എൻ്റെ ചരിത്രങ്ങളാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അവസാനം ആ ലേഖനെതിരെ കേസ് കൊടുത്തു, ദക്ഷിണാമൂർത്തിക്കെതിരെ കേസ് കൊടുത്തു. അവസാനം ദക്ഷിണാമൂർത്തി മരിച്ചു, അല്ലെങ്കിൽ ആ കേസും ക്രിമിനൽ കേസും മുന്നോട്ട് പോയിരുന്നു. അയാളെ മക്കളാണ് എൻ്റെ അടുത്തെന്ന് പറഞ്ഞു, അത് പാർട്ടി പറഞ്ഞിട്ട് ചെയ്തു പോയതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അവസാനിച്ചു. എന്തായാലും വളരെ സന്തോഷം. നമ്മൾ ഇവിടുന്ന് പിരിയാണ്, വളരെ സന്തോഷത്തോടു കൂടിയിട്ടാണ് നമ്മൾ ഇവിടുന്ന് പിരിയുന്നത്. കാരണം ഇതൊരു ചരിത്ര സ്ഥലമായി മാറും. നാളെ പലരും പ്രമുഖരായ ആളുകളും ഇവിടെ സന്ദർശിക്കും. കേരളത്തിൽ കോളിളക്കമുണ്ടാക്കിയ, വിപ്ലവത്തിന് തിരികൊളുത്തിയ ഒരു നായികയുടെ അടുത്തുനിന്നാണ് നമ്മൾ മടങ്ങിപ്പോകുന്നത്. നന്ദി, നമസ്കാരം.